നമസ്കാരം. സിനിമയുടെ പോസ്റ്റർ ഞാൻ തംബ്ലൈനിൽ ഇട്ടേക്കുന്ന പോലെ തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമ, മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ബ്രഹ്മയുഗം കണ്ടു പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന, പഴയ കാലഘട്ടത്തെ കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എത്രമാത്രം എഫേർട്ടുണ്ട്, അതെത്രമാത്രം ക്ലിയറായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സംവിധായകനും ക്രൂ മെമ്പേഴ്സിനും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പം തന്നെ അഭിനേതാക്കൾക്കൊക്കെ വലിയൊരു താങ്ക്സ് പറയുക എന്നൊരു സംഭവമായിട്ട് മാത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രഹ്മയുഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കളറാണ്, ഞാനിതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു കളർ ടോണിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴത്തേക്കിന് എന്ത് തോന്നുന്നു? ഇതിനപ്പുറമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫിൽറ്റർ മാത്രം വലിച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനല്ല സിനിമയിൽ. ബ്രഹ്മയുഗം എന്ന സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണുന്നത്. ആ ഒരു സിനിമയിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കളർ ടോണിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ആ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെ പല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. കൊള്ളില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കൊള്ളാമെന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിലാണുള്ളത്. മമ്മൂട്ടി, അർജുൻ അശോക്, സിദ്ധാർത്ഥ്, അമൽഡാൽഡിസ് എന്നാന്ന് തോന്നുന്നു ഒരു കുട്ടിയുടെ പേര്, മണികണ്ഠൻ, ഇത്രയും പേരാണ് കാസ്റ്റിലുള്ളത്. ഈ ഇത്രയും പേരെ, ഈ ഒരു 5 പേരെ വെച്ചുകൊണ്ട് 2.20 വരുന്ന ഒരു സിനിമ ഒരു ശകലം പോലും ലാഗടിപ്പിക്കാതെ, ബോറടിപ്പിക്കാതെ നമ്മളുടെ മുമ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മയുഗത്തിന് മാത്രമേ സാധിക്കുമെന്ന് പറയുകയാണ്. ആദ്യം തന്നെ പോകുന്നത് പെർഫോമൻസിലേക്കാണ്. പടത്തിൻ്റെ ആദ്യം തുടങ്ങുമ്പം മുതൽ അവസാനം തീരുന്ന ഒരു സമയം വരെ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡായിട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ക്യാരക്ടേഴ്സ് മമ്മൂട്ടിയുടെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോക്. സിദ്ധാർത്ഥ് ഭരതനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം, പറയാതിരിക്കാൻ വയ്യ. അങ്ങേര് ഇതിൻ്റെ അകത്ത് ചില സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയേക്കാൾ ലെവലിൽ പോകുന്ന രീതിയിൽ. അതായത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചെയ്യുന്ന ചില സാധനങ്ങൾ ഫുള്ളി ഫസ്റ്റ് ഷോട്ട് കാണിക്കുമ്പോൾ മുതൽ അങ്ങോട്ട് എൻ്റെ ടൈം അവസാനത്തെ വരുന്നത് പുള്ളിയുടെ ഒരു ചേഞ്ച് ഓവറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ആ ചേഞ്ച് ഓവർ കാര്യങ്ങളിലൊക്കെ പുള്ളി കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒരു അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങേര് ഭയങ്കര രസമായിട്ട് അറുമാദിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വേഷം വളരെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് അർജുൻ അശോക് നമ്മൾ കാണാം. ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയം മുതൽ അർജുൻ അശോകിൻ്റെ 10 തല കാണിക്കുമ്പോൾ അതിൽ 9 തലയും അർജുൻ അശോകിൻ്റെയും 1 മമ്മൂട്ടിയുടേതായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ 10 തലയ്ക്കകത്ത് 9 തലയ്ക്കകത്തുള്ള ഭാവങ്ങൾ, 9 തലയ്ക്കകത്ത് കൊടുക്കേണ്ടിയ സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിന് ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അദ്ദേഹം അടിയാനായിട്ട് ആകുമ്പോൾ തമ്പ്ര എനിക്ക് അവിടെ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില സീൻസുകളൊക്കെ ഉണ്ട്. അപ്പം അവിടം മുതൽ, അല്ലെ ഫസ്റ്റ് സീൻ മുതൽ അവസാനത്തെ സീൻ വരെ അർജുൻ അശോക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെയുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുനിഞ്ഞ് നിന്നിരുന്ന ഒരാൾ നിവർന്ന് നിൽക്കുന്ന ഒരു സമയം വരെ വന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു സിനിമയെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നല്ല കിടിലമായിട്ടുള്ള അഭിനയം. അർജുൻ അശോകിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നെക്സ്റ്റ് മണികണ്ഠൻ ആചാര്യയുണ്ട്. അദ്ദേഹം തുടങ്ങുന്ന സമയം മുതൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനുള്ള ഒരു സംഭവം, നിപ്പ്, നോട്ടം, ഒരു സംഭവം കണ്ട് പേടിച്ച് നിൽക്കുന്നത്, അതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെയുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരേ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ഒരേ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഗംഭീര അഭിനയം. അതായത് ഇതിൻ്റെ അകത്ത് സംഭാഷണങ്ങളൊന്നുമില്ല. ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള സംഭാഷണങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ആ സംഭാഷണമില്ലാതെ നമ്മളെ ഞെട്ടിക്കാൻ, നമ്മളെ വിസ്മയപ്പെടുത്താനായിട്ട് ആ ഒരു ആർട്ടിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ചില നോട്ടങ്ങൾ, നിപ്പുകൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും. ഇത് ഭയങ്കര പല ചിന്തകൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് ആ ഒരു ക്യാരക്ടർ അവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്വന്തം മമ്മൂക്കയെ പറ്റിയാണ്. അങ്ങേരല്ലാതെ വേറൊരാൾക്ക് സാധനം ചെയ്യാൻ പറ്റത്തില്ല.
ചിലപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ചിലപ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വളരെ ഒരു ഇല്ലത്തെ ഒരു ആളാണ്, അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാം എന്ന് പറയുന്ന സാധനമുണ്ട്. അതങ്ങനല്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു മനുഷ്യൻ, ഭയങ്കര എക്സ്പ്ലോറിങ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെ വരുന്ന ഒരു സമയമുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. എന്ത് സാധന ചെയ്തു വച്ചേക്കുന്നത്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു നടൻ നമുക്ക് കിട്ടിയത് വളരെ വലിയൊരു, എന്നാ പറയുന്നത്, ഭയങ്കര എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ എനിക്കിഷ്ടമാണ്, അദ്ദേഹത്തിന് അഭിനയിക്കുന്ന രീതി എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സമയത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സാധനം, അതൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു ചിക്കൻ്റെ ഒരു പീസ് കഴിക്കുന്നത്. അതൊരൊറ്റ സീൻ മതി ആ ഒരാളെ രജിസ്റ്റർ ആകാൻ. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതിനും മാത്രമുണ്ട് അടിപൊളി. അതായത് ആ സ്ക്രീനിനകത്ത് ഫുള്ള് അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ. ഇനി നമുക്ക് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ക്രിസ്റ്റോ സേവ്യറാണ് ഇതിൻ്റെ അകത്ത് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു കൊലുസിൻ്റെ ഒച്ച മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ചില ഒച്ചകൾ, സൗണ്ടുകൾ, അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് പടത്തിൻ്റെ എൻഡ് വരെ കിട്ടുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ക്രിസ്റ്റോ സേവ്യറുടെ മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ടോ. അത് വൻപൊളിയാണ്, വേറൊന്നും പറയാനില്ല. വൻപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പൊളിയാണ് പൊളിച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീൻ തന്നെയാണ്. പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാഹിദ് ജലീൽ, DOP ഷാഹിദ് ജലീലാണ്. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വയ്യ. കാരണം നമ്മൾ ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മളെ കാണിച്ചു തരാനായിട്ട് ഇതിനകത്തുണ്ടായിരുന്ന എഫേർട്ടുകൾ, ആ എഫേർട്ട് ഭയങ്കര വലുതാണ്. സിനിമാറ്റോഗ്രാഫിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരുമ്പോൾ കളറിനകത്താണെങ്കിൽ നമുക്കൊരു റൂം കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റൂം തന്നെയാണെങ്കിലും പല രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ അതിൻ്റെ അത് കളേഴ്സ് ആണെങ്കിൽ ഭയങ്കര രീതിയിൽ നമുക്കതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ പടം രണ്ട് കളേഴ്സേ ഉള്ളൂ. ഈ 2 ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് പഴയ കാലഘട്ടം കാണിക്കണം, അവിടെ ജീവിക്കുന്ന ആൾക്കാരെ കാണിക്കണം, അവരുടെ കോസ്റ്റ്യൂംസ് കാണിക്കണം, മഴ കാണിക്കണം, വെയിൽ കാണിക്കണം, പ്രകൃതി കാണിക്കണം, കൂടാതെ അവരുടെ ജീവിത ശൈലികൾ കാണിക്കണം, ആ നടപ്പുകൾ കാണിക്കണം, എടുപ്പുകൾ കാണിക്കണം, ആ വീട് കാണിക്കണം. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, കുറേ സംഭവങ്ങൾ അത് നമ്മളിലേക്ക് എത്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് നിസ്സാരപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫിയല്ല, ഭയങ്കര മൈൻഡ് ബ്ലോയിങ് സിനിമാറ്റോഗ്രാഫിയാണ് ഈ ഒരു പടത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഷാഹിദ് ജലീലാണ് ഈ ഒരു പടത്തിനകത്ത് സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. A to Z. ഞാൻ ഈ പടം തുടങ്ങിയ സമയം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റുമോ, പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു രീതിയിലും നമുക്കൊരു പുതിയ സാധനങ്ങളോ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നില്ല. ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിൻ്റെ ഒരു സാധനം കിട്ടുന്നില്ല. അത്രയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കിടിലമായിട്ട് പണിയെടുത്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ജ്യോതിഷ് ശങ്കറാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഷഹീദ് മുഹമ്മദ് അലിയാണ് ഈ പടത്തിൻ്റെ എഡിറ്റർ വരുന്നത്. കട്ടിംഗ് ഒക്കെ ക്ലീൻ കട്ടിംഗ്, അടിപൊളി കട്ടിംഗ് ആണ്. സൗണ്ട് ഡിസൈനിങ് ജയദേവനാണ് ചെയ്തിരിക്കുന്നത്. MA രാജകൃഷ്ണനാണ് സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത്. മിക്സിംഗ് ഒക്കെ പൊളിയാണ്, വൻ പൊളിയാണ്. പല പടങ്ങളും കാണുമ്പോഴത്തേക്കിനും ഇതെന്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നൊരു തോന്നൽ തോന്നാം. പക്ഷേ ഇതിൻ്റെ അകത്ത് വേണ്ടിയ സാധനങ്ങൾ കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ടതുപോലെ ഫീൽ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് റോളക്സ് സേവിയറാണ്. അവരുടെ കണ്ടിന്യൂറ്റിയൊക്കെ പറ്റി അവർ പറയുന്നുണ്ടായിരുന്നു. ഓരോ കണ്ടിന്യൂറ്റി കഴിയുമ്പോഴും ഈ ഒരു ഇത് കാണിച്ചു തരാനായിട്ട് അവർ ചെയ്യുന്ന ഒരു പാടും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. ഗ്രേറ്റ്, അടിപൊളി വർക്ക്. മെൽബിൻ ജെ അഭിജിത്താണ് ഇതിനകത്ത് കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കോസ്റ്റ്യൂമും അടിപൊളി. ഓവറോൾ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതൽ ഒത്തിരി എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പല സീനുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം പടം കാണാത്ത ആൾക്കാർക്ക് കുറച്ച് ക്ലൂ കൊടുക്കുന്ന പോലെ ആയിപ്പോവും. ഇതിനകത്ത് ഒരു ക്ലൂവും ഞാൻ തരുന്നില്ല. പടം തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിനകത്ത് കാലഘട്ടങ്ങളാണ്, പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമ, നമ്മളെ
ഒരു 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 മായാവലയത്തിനകത്ത്, അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു യുഗത്തിനകത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമ. ആ സിനിമയിലേക്ക് എത്തിപ്പെടുകയും ഈ ഒരു സിനിമ നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച റൈറ്റർ ആൻഡ് ഡയറക്ടർ രാഹുൽ സഹദേവൻ, അത് അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രാഹുൽ സഹദേവിന് ഹാൻഡ്സ് ഓഫ് പറയുകയാണ്. കാരണം ഇത്രയും കിടിലമായിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം. സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, സിനിമ എന്താണെന്ന് വീക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സിനിമ ഭയങ്കര ഒരു ലേണിംഗ് ആപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതൊരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്ന് പറയും. കാരണം ഇതിനകത്ത് കുറേ സംഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ സിനിമ എന്താണെന്ന് അറിയാനായിട്ടും സിനിമയെക്കുറിച്ച് പഠിക്കാനായിട്ടും താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സിനിമ നിങ്ങൾക്ക് വലിയൊരു റെഫറൻസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം സിനിമ കാണാനായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് പിൻ ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഈ ഒരു സംഭവം വായിച്ചതിന് ശേഷം സിനിമ പോയി കാണാമല്ലോ. ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയൻ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. തീർച്ചയായും അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഭ്രമയുഗം ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. Khajati satyam na shachi